ഹലോ വെൽക്കം ടു മിസ് ക്യാൻ വേവ്. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ഇലാസ്റ്റിക് സ്കേർട്ട് എങ്ങനെ തയ്ക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്കേർട്ടിൻ്റെ അളവ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാൻഡ് ഒഴികെയുള്ള ബാക്കിയുള്ള ലെങ്ത്ത് ഞാനൊന്ന് മെഷർ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് 18.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഇതിപ്പോൾ ഒരു 7 to 8 വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് ചെയ്യുന്നത്. ഈ 18.5 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ താഴെ മടക്കി അടിക്കാനുള്ള ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ചേർക്കണം, 19 ഇഞ്ച്. പിന്നെ ബാൻഡും കൂടി ഞാൻ ഇതിനോടൊപ്പം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് എക്സ്ട്രാ പീസ് വെച്ചിട്ടല്ല നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ എത്ര ഇഞ്ചാണോ ഇലാസ്റ്റിക് എടുക്കുന്നത് അതിൻ്റെ ഡബിൾ എടുക്കണം, പ്ലസ് അതിൻ്റെ ഒരു തയ്യൽ തുമ്പും കൂടി ചേർക്കണം. അതായത് ഞാൻ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് 1/2 ഇഞ്ച് ഫ്രണ്ടിലോട്ടും 1/2 ഇഞ്ച് ബാക്കിലോട്ടും, അപ്പോൾ 1 ഇഞ്ച്. അതിൻ്റെ കൂടെ നമ്മളെ മടക്കി അടിക്കാനുള്ള തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി നമുക്ക് ആ ഇലാസ്റ്റിക്കിൻ്റെ പോർഷനിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് അവിടെ തന്നെ നമുക്ക് 1.5 ഇഞ്ച് എക്സ്ട്രാ വരും. അപ്പോൾ ടോട്ടൽ 18.5 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് താഴെ മടക്കി അടിക്കാനുള്ള 1/2 ഇഞ്ചും മുകളിലുള്ള 1.5 ഇഞ്ചും കൂടി ചേർത്തിട്ട് 2 ഇഞ്ച് എക്സ്ട്രാ വരും. അങ്ങനെ 20.5 ഇഞ്ചിലാണ് ഞാൻ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ലൈനിങ് ക്ലോത്ത് നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും കുറവായിട്ടുള്ള ലെങ്ത്തിൽ എടുത്താൽ മതി. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നിങ്ങൾക്ക് കുറച്ചെടുക്കാം. ഇനി വിഡ്ത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ വേസ്റ്റ് റൗണ്ട്, കുഞ്ഞിൻ്റെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി ഫാബ്രിക്കാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് തന്നെ ഞാൻ ലൈനിങ്ങും എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് രണ്ടും കൂടി ഇങ്ങനെ നീളത്തിലൊന്ന്, അത് രണ്ടും കൂടി ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ 2 സൈഡും കൂടി കൂട്ടി അടിക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഒരു 2.5 ഇഞ്ച് വരെയാണ് ഈ ഒരു 4 പീസും കൂടി നമ്മൾ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ലൈനിങ് വേറെയും മെയിൻ ക്ലോത്ത് വേറെയും ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിന് മുൻപത്തെ വീഡിയോസിലും കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തുക 2.5 ഇഞ്ചിൽ. അതിന് ശേഷം ഇതുപോലെ ലൈനിങ് ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും മാറ്റിയ ശേഷം മെയിൻ ക്ലോത്ത് മാത്രം നമ്മളിതുപോലെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് തുടങ്ങുക. എന്നിട്ട് താഴെ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇതേപോലെ തന്നെ മെയിൻ ക്ലോത്തിനെ ഉള്ളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയ ശേഷം ബാക്കിലുള്ള ലൈനിങ് ക്ലോത്തും ഫ്രണ്ടിലുള്ള ലൈനിങ് ക്ലോത്തും കൂടി പിടിച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് ഇതേപോലെ താഴെ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ താഴെ ഭാഗം മെയിൻ ക്ലോത്തും ലൈനിങ്ങും മടക്കി അടിക്കണം. അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ബാൻഡിൻ്റെ പോർഷൻ അടിച്ചെടുക്കാനായിട്ട് ആദ്യം ഇങ്ങനെ ഒരു 1/4 ഇഞ്ചിൽ ഒന്ന് മടക്കുക. അതിന് ശേഷം ഒന്നും കൂടി നമ്മൾ മടക്കുക. നമ്മൾ ഓൾറെഡി 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു 1.5 ഇഞ്ച് വിഡ്ത്തിൽ വേണം നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാൻ. ലാസ്റ്റ് ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ നിർത്താം. അതിലൂടെ വേണം നമുക്ക് നമ്മുടെ ഇലാസ്റ്റിക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മളുടെ കുഞ്ഞിൻ്റെ വേസ്റ്റ് റൗണ്ട് അതൊന്നൊരു 3 ഇഞ്ചോ നിങ്ങൾക്ക് 4 ഇഞ്ചോ മൈനസ് ചെയ്യാം. എത്ര ടൈറ്റ് വേണം അതിനനുസരിച്ച് മൈനസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു പിന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ 2 അറ്റവും കൂടി നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് ഒരു 4-5 സ്റ്റിച്ച് കൊടുക്കുക. എങ്കിൽ മാത്രമേ അതിങ്ങനെ വിട്ട് പോകാതിരിക്കുള്ളൂ. ഇത് കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്കി ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ഭാഗം ബാൻഡിൻ്റെ ആ ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാൻഡിൻ്റെ നടുവിൽ കൂടെ നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ കുറച്ചുകൂടി വലിയ വിഡ്ത്തുള്ള ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വളരെ എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതുപോലെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. താങ്ക് യു.